നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെൻട്രൽ സ്കൂളിലെ ഒരു പഴയ വിദ്യാർത്ഥി അങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹത്തിന് 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതണം. അതിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങരയിലെ സെൻട്രൽ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു നടനായിട്ടുള്ള ഇന്ദ്രൻസ് ചേട്ടനാണ്. ഇന്ദ്രൻസ് ചേട്ടൻ വർഷങ്ങളായി സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിക്കുകയും ഡാൻസ് കളിക്കുകയും മറ്റുള്ളവരുടെ ഡ്രസ്സ് തയ്ക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം ആ മേഖലയിലാകെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പണ്ട് കാലത്ത് അദ്ദേഹത്തിന് 4ാം ക്ലാസ് മാത്രമാണ് വിദ്യാഭ്യാസ യോഗ്യത. ജീവിത പ്രാരാബ്ധത്തിനിടയിൽ 4ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തുകയും പിന്നീട് തയ്യൽ തൊഴിലാളിയായി പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ യാദൃശ്ചികമായി സിനിമയിൽ എത്തുകയും പ്രമുഖ താരങ്ങൾക്ക് ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു. വീണ്ടും യാദൃശ്ചികമായി അഭിനയ മേഖലയിലേക്കും വന്നു. പിന്നീട് നല്ല നടനുള്ള അവാർഡ് ഉൾപ്പെടെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ഇന്ദ്രൻസ് ചേട്ടൻ. ആ ഇന്ദ്രൻസ് ചേട്ടൻ ഇപ്പോൾ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തുള്ള സെൻട്രൽ സ്കൂളിലേക്ക് എത്തപ്പെട്ടത്. അദ്ദേഹത്തിന് ഈ 7ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായതിനു ശേഷം SSLC-യും അതുപോലെ തന്നെ +2-വും എഴുതിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്തായാലും അദ്ദേഹം 7ാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല തയ്യാറെടുപ്പോടുകൂടിയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം SSLC-യും +2-വും പാസ്സാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ആ പഠനം തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സിനിമാ മേഖലയിലും അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലും, സിനിമാ മേഖലയിൽ നല്ല മികച്ച നടനുള്ള അവാർഡ് കിട്ടി VIP ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്.